അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ ഊണ്. അപ്പോൾ നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അവർക്ക് ലീവാണ്. അപ്പോൾ നമ്മൾ കുരുമുളക് രസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല എരിവോട് കൂടിയിട്ടുള്ള കുരുമുളക് രസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മാങ്ങ, നമ്മൾ ചെനച്ച മാങ്ങ കിട്ടിയപ്പോൾ അത് അടുത്ത വീട്ടിലത്തെ ചേച്ചി തന്നാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേഗം കുറച്ച് ഉപ്പും മുളകും പിന്നെ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്നാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതെല്ലാം ഉണ്ടാക്കി വെച്ചു. അപ്പം നമ്മളേതായാലും കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ആദ്യം മാങ്ങ അച്ചാറിട്ട് കൊടുത്തു. പിന്നെ രസം ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ കുറച്ച് തോനെ ഒഴിച്ചു കൊടുക്കണം. ചോറിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കൂലേ തോനെ, അതുപോലെ വേണം കേട്ടോ എനിക്ക് രസമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ. അങ്ങനെ രസം ഒഴിച്ചു കൊടുത്തു. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താ ഈ ഒരു അച്ചാർ, മാങ്ങ അച്ചാറോ ഇനി ഈ നാരങ്ങ അച്ചാറോ ഏതെങ്കിലും ഒരു അച്ചാർ എന്തായാലും വേണം. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിതാ പയറാണ് ഇട്ടുള്ളത്, അച്ചിങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ പയറുപ്പേരി ഇവിടെ റെഡിയാണ്. അപ്പോൾ പയറുപ്പേരി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഞാനും ഒക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ആരും കഴിക്കുമല്ലോ ഉപ്പേരികളൊന്നും അല്ലാതെ. പിന്നെ ഞാൻ സനക്കുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചെറുപയർ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെറുപയർ ഉപ്പേരിയും ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് കുറച്ച് അവൾക്ക് ചെറുപയർ ഉപ്പേരി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനം എന്താണെന്ന് വെച്ചാൽ ബീഫ് കൈമയാണ്. കൊത്തുക്കരി എന്നാട്ടോ അവിടെയൊക്കെ പറയാം. നമ്മൾ തമിഴിൽ പറയുന്നതാണ് കൊത്തുക്കരി എന്ന്. അപ്പോൾ കൈമ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുമായിരിക്കും എല്ലാവരും. കൈമയാണ് സംഭവം. അപ്പോൾ ഇത് ഇത്രയും കൂട്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ.